അസ്സലാമു നമസ്കാരം. മൈ കിച്ചൺ ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് റോസ്റ്റാണ്. പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 3 ഗ്രാമ്പൂ 2 പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നാല് സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. അത് 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് അടച്ചു വേവാൻ വെക്കാം. ഉള്ളിയുടെ ഒക്കെ ആ പച്ചച്ചുവ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളകും 2 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വേവാൻ വെക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കിലോ ഞണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാലയുടെ കൂടെ രണ്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഒരു 3 മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വേവാൻ വെക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതലാവാതെ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം.
അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അവസാനമായി നമുക്ക് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ആ വീഡിയോൻ്റെ താഴെയായിട്ടുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.